മരുഭൂമിയിൽ ഒട്ടകങ്ങളെ മേച്ചും ആടുമാടുകളെ തെളിച്ചും കടലിൽ മുത്തുവാരിയും കാലം കഴിച്ചിരുന്ന ഗൾഫ് ജനതയ്ക്ക് കിട്ടിയ അദ്ഭുത വിളക്കായിരുന്നു എണ്ണയുടെ കണ്ടെത്തൽ. മത്സ്യബന്ധനം നടത്തി കടലിൽ നിന്ന് മുത്തുകൾ വാരിവിറ്റ് ജീവിതം നയിച്ചു വന്നിരുന്ന ജനത ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഊറി വരുന്ന എണ്ണ വിവിധ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പതിവ് ഗൾഫിലെയും ഇതര മധ്യ പൗരസ്ത്യ രാജ്യങ്ങളിലെയും തദ്ദേശവാസികൾക്കുണ്ടായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ കപ്പലുകൾക്ക് ഇന്ധനമായും വ്യാവസായിക ആവശ്യങ്ങൾക്കും പാശ്ചാത്യ ശക്തികൾ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് എണ്ണയുടെ സാധ്യത ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ സാധ്യത ലോകരാഷ്ട്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതും. ഇറാനെതിരെയുള്ള യുദ്ധം എണ്ണയുടെ രാഷ്ട്രീയം കൂടിയാണെന്ന തിരിച്ചറിവിൽ സത്യം പറയട്ടെ അന്വേഷിക്കുകയാണ് ഗൾഫ് മരുഭൂമി എണ്ണപ്പൊന്നായ ചരിത്രം. ഗൾഫ് മേഖലയിലെ കച്ചവടം കടൽ മുത്തുക്കളെ ആശ്രയിച്ചിരുന്ന കാലം. താരതമ്യേന വിലക്കുറവുള്ള സംസ്കരിച്ച കൃത്രിമ മുത്തുകൾ ജപ്പാൻകാർ അന്താരാഷ്ട്ര വിപണിയിൽ ഇറക്കിയതോടെയാണ് ഗൾഫ് മുത്തുകൾക്ക് മാർക്കറ്റ് ഇല്ലാതായത്. 1930കളിലെ ലോക മുതലാളിത്ത മാന്ദ്യം മുത്തു വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ദശാസന്ധിയിലായിരുന്നു എണ്ണയുടെ സാധ്യതകളെപ്പറ്റി ഗൾഫ് രാജ്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത്. പവിഴ വ്യവസായത്തിന്റെ തകർച്ചയോടെ കപ്പിത്താന്മാർ പാപ്പരാകുകയും കടലിലെ മുങ്ങൽ തൊഴിലാളികൾ കടം കയറി സ്വത്തുക്കളെല്ലാം വിൽക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. അവരുടെ പുരയിടങ്ങളും മറ്റ് സ്വത്തുക്കളും കൈക്കലാക്കിയ വ്യാപാരി വർഗം ഷാർജയിലും ദുബൈയിലും കുവൈറ്റിലും ബഹ്റൈനിലും മണിമാളിക പണിതുയർത്തി. ഉൽപാദനോപകരണങ്ങൾ കൈയടക്കി വെച്ച ഷെയ്ഖുമാരും വൻകിട വ്യാപാരികളും എണ്ണയുടെ കണ്ടുപിടുത്തത്തോടെ കൂടുതൽ സമ്പന്നരായി തീർന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ഉദയത്തോടെയാണ് ഈജിപ്തിലും ഇറാനിലും എണ്ണ കണ്ടെത്തിയത്. 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് നാവികസേനയുടെ ഇന്ധനാവശ്യങ്ങൾക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ പര്യാപ്തമായിരുന്നു. മേഖലയിൽ ഇനിയും എണ്ണ കണ്ടെത്താനുള്ള സാധ്യത മനസ്സിലാക്കി വിവിധ കമ്പനികൾ അറേബ്യയിൽ എങ്ങും എണ്ണ പര്യവേക്ഷണം ആരംഭിച്ചു. 1932-ൽ ബഹ്റൈനിലും 1938-ൽ സൗദി അറേബ്യയിലും കുവൈറ്റിലും എണ്ണപ്പാടങ്ങൾ കണ്ടെത്തി. ഖത്തറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണ പര്യവേഷണവും ഉൽപാദനവും ആരംഭിച്ചത് 1939-ലായിരുന്നു. എന്നാൽ 2-ാം ലോക മഹായുദ്ധം എണ്ണ പര്യവേഷണവും ഉൽപാദനവും മന്ദഗതിയിലാക്കി. യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്നും സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും പാശ്ചാത്യ ലോകം കരകയറിയതോടെ അറേബ്യയിലെ എണ്ണ പര്യവേഷണം പുനരാരംഭിച്ചു. എണ്ണ ഉൽപാദനത്തിൽ തുടക്കത്തിലെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ബഹ്റൈന് കഴിഞ്ഞില്ലെങ്കിലും അബുദാബിയിലെയും ഖത്തറിലെയും ദുബൈയിലെയും എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള ഉത്പാദനം ഗൾഫ് മേഖലയ്ക്ക് ഊർജം പകർന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന മേഖലയായി ഗൾഫ് മാറി. അൾജീരിയയിലും ലിബിയയിലും പിന്നീട് വൻതോതിൽ എണ്ണ ശേഖരം കണ്ടെത്തി. പുതിയ പശ്ചിമേഷ്യയുടെ ഉദയമായിരുന്നു ആ കാലഘട്ടം. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെയും ബ്രിട്ടീഷ് കമ്പനികളുടെയും നിയന്ത്രണത്തിലായിരുന്നു ഗൾഫ് മേഖല. ബ്രിട്ടീഷ് സംരക്ഷിത രാജ്യങ്ങളായതിനാലും എണ്ണ പര്യവേഷണത്തിന് വേണ്ട സാങ്കേതിക ജ്ഞാനത്തിന്റെ അഭാവത്താലും ബ്രിട്ടീഷ് അമേരിക്കൻ കമ്പനികളാണ് എണ്ണ പര്യവേഷണവും ഉത്പാദനവും കയറ്റുമതിയും നടത്തിയിരുന്നത്. എണ്ണയിൽ നിന്നുള്ള ലാഭത്തിന്റെ സിംഹഭാഗവും അവർക്കുള്ളതായിരുന്നു. ബ്രിട്ടീഷ് കമ്പനിയായ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനിക്കായിരുന്നു ഇറാനിലെ എണ്ണ ഉത്പാദനത്തിന്റെ ചുമതല. 1-ാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് ഈ കമ്പനിയുടെ നിയന്ത്രണാധികാരം 2.2 ദശലക്ഷം സ്റ്റെർലിംഗ് പൗണ്ട് മുടക്കി ബ്രിട്ടീഷ് സർക്കാർ കൈയടക്കി. സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി ഓഫ് കാലിഫോർണിയ ബഹ്റൈനിലും സൗദി അറേബ്യയിലും എണ്ണ ഖനനത്തിനുള്ള അനുമതി സമ്പാദിച്ചു. കുവൈറ്റിലും അബുദാബിയും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഗൾഫിലെ എണ്ണ പര്യവേഷണം ആരംഭിച്ച് 2 ദശകത്തോളം ഇതിൽ നിന്നുള്ള ആദായം വിദേശ എണ്ണ കമ്പനികൾ കടത്തിക്കൊണ്ടുപോയി. അമേരിക്കൻ യൂറോപ്യൻ കമ്പനികളുടെ സബ്സിഡിയറി കമ്പനികളായിരുന്നു എണ്ണ ഖനനവും കയറ്റുമതിയും നിയന്ത്രിച്ചിരുന്നത്. ഈ കമ്പനികൾ എണ്ണ ഖനനത്തിനും കയറ്റുമതിക്കും ഒരു നിശ്ചിത ഫീസ് മാത്രമേ ഗൾഫ് ഭരണാധികാരികൾക്ക് നൽകിയിരുന്നുള്ളൂ. തങ്ങളുടെ അതീശത്വവും സാങ്കേതിക ജ്ഞാനവും ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു ഈ കാലയളവിൽ ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്രാജ്യത്വം. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ യൂറോപ്പിന്റെ പുനർനിർമ്മാണത്തിനായി വൻതോതിൽ ഇന്ധനം ആവശ്യമായി വന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപത്തെ പാശ്ചാത്യ വിപണികളുമായി ബന്ധിപ്പിക്കാൻ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനുകളും അത്യാധുനിക എണ്ണ ശുദ്ധീകരണ ശാലകളും ഉണ്ടായി. ട്രാൻസ് അറേബ്യൻ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികൾ സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളെ മെഡിറ്ററേനിയൻ കടലുമായി നേരിട്ട് ബന്ധിപ്പിച്ചു. ഇത് ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഇന്ധന ഗതാഗതത്തിന്റെ ചിലവും സമയവും ഗണ്യമായി കുറച്ചു.
അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ആധുനിക വ്യവസായ ലോകത്തിന്റെ നട്ടെല്ലായി മാറുകയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. ഉൽപാദനം വർദ്ധിക്കുകയും ഭൂഗർഭ എണ്ണയുടെ ശേഖരത്തിന്റെ അളവിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുകയും ചെയ്തതോടെ ഗൾഫ് ഭരണാധികാരികൾ വിദേശ എണ്ണ കമ്പനികളുമായി വിലപേശൽ നടത്തി തുടങ്ങി. കരാറുകളിൽ തങ്ങൾക്ക് അനുകൂലമായ മാറ്റം വരുത്താൻ സമ്മർദ്ദം ചെലുത്തി. 1960-ൽ ഒപെക് എന്ന എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപവത്കരിച്ച് തങ്ങളുടെ വിഭവങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഗൾഫ് രാജ്യങ്ങൾ നേടി. 1970കളുടെ തുടക്കത്തോടെ ആഗോള എണ്ണ വിലയും ഉത്പാദനവും നിർണ്ണയിക്കാൻ ഒപെക്കിന് മതിയായ സ്വാധീനമുണ്ടായിരുന്നു. അമേരിക്കയിൽ ഓയിൽ ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചതും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തതും ഒപെക് സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കും വരെ നിർണായക ശക്തിയായിരുന്നു അവർ. 1973ലെ എണ്ണ പ്രതിസന്ധിക്ക് കാരണമായ ഉപരോധം യോം കിപ്പൂർ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈജിപ്തും സിറിയയും നയിച്ച അറബ് രാഷ്ട്രങ്ങളുടെ സഖ്യവും ഇസ്രയേലും തമ്മിൽ നടന്ന പ്രധാന സംഘർഷമായിരുന്നു ഇത്. 1973 ഒക്ടോബർ 6-ന് ആരംഭിച്ച ഈ യുദ്ധം ഏകദേശം 3 ആഴ്ച നീണ്ടുനിന്നു. 1948-ൽ ഇസ്രയേൽ സ്ഥാപിക്കപ്പെട്ടത് മുതൽ നിലനിന്നിരുന്ന അറബ് ഇസ്രയേലി പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു ഈ സംഘർഷം. ഈജിപ്തും സിറിയയും യോം കിപ്പൂർ എന്ന ജൂത അവധി ദിനത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി. വൈകാതെ പ്രധാന ആഗോള ശക്തികൾ ഇതിൽ ഉൾപ്പെട്ടു. US ഇസ്രയേലിനെ സൈനികമായി ശക്തമായി പിന്തുണച്ചു. അതേസമയം സോവിയറ്റ് യൂണിയൻ ഈജിപ്തിനെയും സിറിയയെയും പിന്തുണച്ചു. ഇസ്രയേലിനുള്ള പാശ്ചാത്യ പിന്തുണയുടെ പ്രതികരണമായി അറബ് എണ്ണ ഉത്പാദക രാജ്യങ്ങൾ എണ്ണ കയറ്റുമതി ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. 1973 ഒക്ടോബർ 17-ന് ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അംഗങ്ങൾ ഇസ്രയേലുമായി സൗഹൃദമുള്ള രാജ്യങ്ങൾക്കെതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. അറബ് ഉത്പാദകർ മൊത്തത്തിലുള്ള എണ്ണ ഉത്പാദനത്തിൽ കുറവ് വരുത്തുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണയിലെ അധീശത്വം അരക്കിട്ടുറപ്പിച്ച നിർണായക ചരിത്രഘട്ടമായിരുന്നു ഈ സംഭവം. 1980-കൾക്ക് ശേഷം ഗൾഫ് എണ്ണ വ്യാപാരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിപണിയിലെ ആധിപത്യം നിലനിർത്താൻ ഗൾഫ് രാജ്യങ്ങൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അതേസമയം 1980-കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധവും 1990-കളിലെ കുവൈറ്റ് അധിനിവേശവും എണ്ണ ഉത്പാദനത്തെയും വിതരണത്തെയും ബാധിച്ചു. ഇപ്പോഴിതാ ഇസ്രയേൽ US ആക്രമണത്തിന് പ്രതിരോധമൊരുക്കി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കത്തിൽ നിയന്ത്രണം ഇറാൻ കൊണ്ടുവന്നതോടെ ലോകം ഇന്ധന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. വെറുമൊരു യുദ്ധം മാത്രമല്ല, എണ്ണയുടെ മേലുള്ള ആധിപത്യത്തിനായുള്ള മുതലാളിത്ത രാജ്യങ്ങളുടെ ശ്രമം കൂടിയാണ് ഇപ്പോഴത്തെ യുദ്ധം എന്ന് വ്യക്തമാണ്. ഈ യുദ്ധത്തിന്റെ ദുരിതം എത്ര നാൾ ലോകം സഹിക്കേണ്ടി വരും എന്നതിലാണ് ആശങ്ക. സത്യം പറയട്ടെ, ഇതോടെ അവസാനിക്കുന്നു. നമസ്കാരം.